ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുനാഥനെ മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, ഒരുപാട് അതിനൊക്കെ അപ്പുറത്ത് മുകളിലാണ്. ഇന്ന കാലത്ത് മുഴുവൻ ഞാൻ ചോദിക്കുമായിരുന്നു, ഓരോ ചെയ്യുന്ന അടുത്ത സിനിമകളെക്കുറിച്ച് ചെയ്യുമായിരുന്നു. പോയ ശേഷം ഞാൻ ആരോട് ചോദിക്കാൻ? എനിക്ക് എന്ത് കാര്യവും പോയി ചോദിക്കാവുന്ന, ഏത് പാതിരാത്രിയും മുട്ടി ചോദിക്കാവുന്നൊരു സ്ഥലമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ എത്രയോ നല്ല സ്ക്രിപ്റ്റുകൾ പോയി എനിക്ക് ചോദിക്കാമായിരുന്നു. എനിക്ക് അടുപ്പിച്ച് കുറേ സിനിമകൾ ഫെയില്യൂർ വന്ന സമയത്ത് തൃശ്ശൂർ രാമനിലയത്തിൽ അദ്ദേഹം ഗന്ധർവൻ്റെ പ്രമോഷനുമായിട്ട് നിതീഷ് ഭരദ്വാജുമായിട്ട് അദ്ദേഹം കാലിക്കറ്റിലേക്ക് പോകുന്ന സമയമാണ്. തൃശ്ശൂർ താമസിക്കുന്നു. അന്ന് ഭരതേട്ടൻ്റെ കേളി എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു ബെഡിലിരുന്നിട്ട് എന്താടാ ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞിങ്ങനെ കുറേ പടങ്ങൾ എനിക്കിത് വന്നു. അതൊക്കെ പോട്ടെ, പോയി പണി നോക്കാൻ പറയാം, നമ്മൾ അടുത്തത് തകർക്കും, നിന്നെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത പടം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അന്ന് ഒരു വളരെ മനോഹരമായിട്ടുള്ള കഥയായിരുന്നു അത്. അത്ലറ്റിക് സ്പോർട്സ് ടോട്ടൽ ടീമിനെയും കൊണ്ട് ഞാൻ ട്രിവാൻഡ്രം ടു ഡൽഹി പോകുന്ന ട്രെയിനാണത്. ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നെ കഴിച്ചത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചും ഒരു സൂപ്പർ ഹിറ്റ് അടിച്ച് പോയി പണിയാടാതെ എനിക്കൊരു ധൈര്യം തരിക ഭയങ്കരമല്ലേ. ഒരു അച്ഛനെ പോലെയോ അല്ലെങ്കിൽ മറ്റാരെ പോലെയോ ഒരു ഗുരുനാഥനെ അപ്പുറത്ത് അങ്ങനത്തെ ധൈര്യം തരാൻ പിൽക്കാലത്ത് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക്.